പാലക്കാട് നിന്ന് AK ബാലൻ പോകുമ്പോൾ പാലക്കാട് നിന്ന് MP രാജേഷ് വരുമെന്ന് ഞങ്ങളൊക്കെ കരുതിയിരുന്നു. പിന്നെ ഓരോരോ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറുകയാണ്. ഇത്ര നാൾ പാർട്ടിക്ക് വേണ്ടി ചുറുചുറുക്കായി നടന്നയാൾ ഇനിയും അങ്ങനെ തന്നെ നടക്കുകയാണോ, അതോ ഇനി നേതൃത്വത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട്? ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേതൃത്വ പദവിയിൽ സ്ഥാനമാനങ്ങൾ ഉള്ള സമയത്ത് മാത്രമല്ല ഞങ്ങൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാറുള്ളത്. പൊതുപ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ളത് പാവപ്പെട്ടവൻ്റെ കൂടെ നിന്നിട്ടാണ്. ഞാൻ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പൊതുരംഗത്ത് വന്നിട്ടുള്ളത്. CIT രംഗമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. പിന്നീട് അതുവഴിയാണ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എത്തി. SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായി, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, SFIയുടെ ആദ്യത്തെ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ചെയർമാൻ, ആദ്യത്തെ സെനറ്റ് മെമ്പർ, SFIയിൽ നിന്ന് തന്നെ ആദ്യത്തെ ലോകസഭാ മെമ്പർ, വെള്ളയിച്ചേരനെ പരാജയപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എൻ്റെ പൊതുജീവിതത്തിൽ ധന്യമായിട്ടുണ്ട്. അതിനെല്ലാ പ്രോത്സാഹനവും പാർട്ടി തന്നതാണ്. MP രാജേഷ് ഏറ്റവും നല്ലൊരു കേഡറാണ്. അവസരങ്ങൾ എല്ലാം ഒന്നായിട്ട് വന്നുള്ളൊന്നുമില്ലല്ലോ, പാർട്ടിയല്ലേ. അപ്പോൾ ആകെ 3 ഒഴിവേ ഉള്ളൂ. ആ 3 ഒഴിവിലേക്ക് 3 ആൾ വേണം. അപ്പോൾ അത് പ്രയോറിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ 3 ആളാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ പാർട്ടി കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം അതിൻ്റെ അർത്ഥം ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉള്ള അല്ലെ സെക്രട്ടേറിയറ്റിലുള്ള ആളെക്കാളും കഴിവുള്ള ഇല്ലാത്ത ആൾക്കാരാണ് പുറത്തുള്ളത് എന്നുള്ളതല്ല. അതിനേക്കാളും കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ടാവും. പക്ഷേ എല്ലാ ആൾക്കാർക്കും അക്കോമഡേഷൻ കൊടുക്കാൻ സാധിക്കില്ല. MP രാജേഷിന് ഇനി അവസരം വരാനുണ്ട്. എത്രയുണ്ട് ഒക്കെ നല്ല ചെറുപ്പക്കാരുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കുറച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇനി പാലക്കാട് ഇനിയിപ്പോൾ പാർട്ടി സെൻട്രൽ കമ്മിറ്റി മെമ്പർഷിപ്പ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പാർട്ടിയുടെ പ്രവർത്തനം വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കും. നമുക്കിപ്പോൾ ഏത് തലത്തിലായാലും ഒരു പ്രശ്നവുമില്ല. പ്രായം വെറും പ്രായമാണ് അല്ലേ? അതെ.